എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് 1 മിനിറ്റ് മൂപ്പിക്കുക. അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പാവയ്ക്ക ഏകദേശം 300 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് ഫ്രൈ ചെയ്യണം. അതിലേക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കണം. പാവയ്ക്ക ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ ചിരുകിയത്, 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കുക. തേങ്ങ ചതച്ചത് ഫ്രൈ ചെയ്ത പാവയ്ക്കയിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റി ഇത് നന്നായിട്ട് വെള്ളം ഡ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.